പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വിഷുക്കാലം കൂടി ആഗതമായിരിക്കുകയാണ്. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും തേര് തെളിച്ച് അങ്ങനെ ഒരു സംക്രമ പക്ഷി പറന്നെടുത്തിരിക്കുകയാണ്. വിഷുദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത് കണി കാണലും കൈനീട്ടം വാങ്ങലും കൈനീട്ടം കൊടുക്കലും ഒക്കെയാണ്. വിഷുദിനത്തിൽ നല്ല കണി കണ്ടു കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും സമ്പൽ സമൃദ്ധമാവുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതുപോലെ തന്നെ കൈനീട്ടവും നമുക്ക് ഐശ്വര്യപൂർണമായിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ധനസമൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മൾ തെറ്റായ വ്യക്തിയിൽ നിന്നും കൈനീട്ടം സ്വീകരിച്ച് ആ വർഷം മുഴുവനും അരിഷ്ടതകളും കഷ്ടപ്പാടുകളും എല്ലാം ആയിട്ട് കടന്നു പോകാറുണ്ട്. എന്നാൽ നമ്മൾ കൈനീട്ടം മേടിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തച്ഛൻ്റെയോ മുത്തശ്ശിയുടെയൊക്കെ നക്ഷത്രം നോക്കിയിട്ടൊന്നും അല്ല കൈനീട്ടം മേടിക്കാറ്. എന്നാൽ നമ്മൾ മറ്റൊരു വ്യക്തിയിൽ നിന്നാണ് കൈനീട്ടം സ്വീകരിക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ നക്ഷത്രക്കാർക്കും അവർക്ക് ചേർച്ചയുള്ള നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം മേടിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. വേദനക്ഷത്രക്കാരിൽ നിന്നൊക്കെ കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. ഇതിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി അങ്ങനെയുള്ളവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഭക്തിപൂർവം അത് സ്വീകരിച്ചാൽ മതിയാകും. അതിൽ നിന്ന് യാതൊരു ദോഷവും വന്നു ചേരുന്നതല്ല. ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും കൈനീട്ടം വാങ്ങാൻ ശുഭമായിട്ടുള്ള നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് രോഹിണി, പൂയം, അത്തം, തിരുവോണം, ചതയം, രേവതി എന്നീ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നത് അനുകൂലമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അശ്വതി, മകയിരം, പുണർദം, മകം, പൂരം, ചിത്തിര, മൂലം, രേവതി എന്നീ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നത് ഉത്തമമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് അശ്വതി, രോഹിണി, പൂയം, മകം, അത്തം, തിരുവോണം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് മകയിരം, പുണർദം, ഉത്രം, ചിത്തിര, അവിട്ടം, ഉത്രാടം, മുക്കാൽ എന്നീ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നത് ഗുണകരമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് അശ്വതി, രോഹിണി, പൂയം, മകം, ഉത്രം, ചതയം എന്നീ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നത് അനുകൂലമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് രോഹിണി, മകയിരം, പുണർദം, അത്തം, ചിത്തിര, പൂരൂരുട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. പുണർദം നക്ഷത്രക്കാർക്ക് മകയിരം, പൂയം, മകം, ഉത്രം, ചിത്തിര, ചോതി, അനിഴം, മൂലം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് അനുകൂലമാണ്. പൂയം നക്ഷത്രക്കാർക്ക് രോഹിണി, പുണർദം, അത്തം, ചിത്തിര, തിരുവോണം, രേവതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഗുണകരമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് അശ്വതി, മകയിരം, പുണർദം, പൂയം, മകം, ചിത്തിര, അനിഴം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഗുണകരമാണ്. മകം നക്ഷത്രക്കാർക്ക് പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, ചതയം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് അനുകൂലമാണ്. പൂരം നക്ഷത്രക്കാർക്ക് അശ്വതി, പുണർദം, മകം, ഉത്രം, ചിത്തിര, മൂലം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഗുണകരമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് അശ്വതി, രോഹിണി, പൂയം, മകം, അത്തം, ചോതി, മൂലം, ചതയം എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. അത്തം നക്ഷത്രക്കാർക്ക് മകയിരം, ഉത്രം, ചിത്തിര, ഉത്രാടം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഗുണകരമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് മകം, ഉത്രം,
അത്തം, ചോതി, അനിഴം, മൂലം, ഉത്രാടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. ചോതി നക്ഷത്രക്കാർക്ക് പുണർദം, അത്തം, ചിത്തിര, തിരുവോണം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് അശ്വതി, പൂയം, ഉത്രം, ചിത്തിര, ചോതി, മൂലം, ഉത്രാടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് അനുകൂലമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് അശ്വതി, പൂയം, ഉത്രം, ചിത്തിര, ചോതി, മൂലം, ഉത്രാടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. അനിഴം നക്ഷത്രക്കാർക്ക് രോഹിണി, അത്തം, ചോതി, തിരുവോണം, ചതയം, രേവതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് മംഗളകരമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൂയം, മകം, ചിത്തിര, മൂലം, ഉത്രാടം, അവിട്ടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. മൂലം നക്ഷത്രക്കാർക്ക് രോഹിണി, ചോതി, അനിഴം, ചതയം, തിരുവോണം, രേവതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഗുണകരമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് അശ്വതി, മകയിരം, മകം, പൂരം, ഉത്രം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഗുണകരമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് അശ്വതി, അനിഴം, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് മകയിരം, പുണർദം, ചിത്തിര, ഉത്രാടം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഗുണകരമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് അശ്വതി, രോഹിണി, പൂയം, ചോതി, ചതയം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. ചതയം നക്ഷത്രക്കാർക്ക് രോഹിണി, മകയിരം, പുണർദം, തിരുവോണം, രേവതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഗുണകരമാണ്. പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അശ്വതി, മകയിരം, പൂയം, മകം, അനിഴം, ഉത്രാടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഗുണകരമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രോഹിണി, പുണർദം, അത്തം, തിരുവോണം, ചതയം, രേവതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഗുണകരമാണ്. രേവതി നക്ഷത്രക്കാർക്ക് അശ്വതി, മകയിരം, പുണർദം, പൂയം, ഉത്രം, അനിഴം, മൂലം, അവിട്ടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് കൈനീട്ടം വാങ്ങാൻ അനുകൂലമായ നക്ഷത്രങ്ങളെ നമ്മൾ കണ്ടെത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിനകത്തു നിന്ന് കൈനീട്ടം മേടിക്കുകയാണെങ്കിൽ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അതുപോലെ തന്നെ സഹോദരങ്ങൾ പരസ്പരം കൈനീട്ടം കൊടുക്കുന്നതും വാങ്ങുന്നതും, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം കൈനീട്ടം കൊടുക്കുന്നത് എല്ലാം ഗുണകരമായ കാര്യങ്ങളാണ്. അതിൽ ഈ നക്ഷത്രങ്ങളുടേതായിട്ടുള്ള യാതൊരു ദോഷവശങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം. നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളുടെ നിബന്ധനകളൊന്നും തന്നെ ഇതിനെ ബാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഏതു നക്ഷത്രത്തിലുള്ളതായാലും ശരി, 9 വയസ്സിൽ താഴെയുള്ള കുട്ടിയിൽ നിന്ന് മേടിക്കുന്ന കൈനീട്ടം ഏറെ ശുഭകരമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും വിഷു ആശംസകൾ.